ചാമ്പ്യൻസ് ലീഗ് നൈറ്റിന്റെ അന്ന് നമ്മുടെ പെപ്പ് പോയി പോർട്സ്വെയിൽ വേഴ്സസ് ന്യൂ പോർട്ട് മാച്ച് That is the quintessential Pep thing to do, അല്ലേ? ബിക്കോസ് ഐ ലവ് ഇംഗ്ലീഷ് ഫുട്ബോൾ. I mean, obviously, I don't know why he went though. I don't know if there was some friend It's or, just a troll others, I think. Yeah, he might be doing just for that. Like, but anyway, he can say whatever he wants. Like, both the Yeah. managers are his friends, disciples. അതെ അതെ, ചാമ്പ്യൻസ് ലീഗ് ഫൈനലില് അതെ. നാലില് 3 പേരും 3 പേരും. ശിഷ്യന്മാരാണ്. പെപ്പ് ഇല്ലെങ്കിലും പെപ്പ് ശിഷ്യന്മാരുടെ ഫൈറ്റ്സ് ഒക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കാം. ലൈക്ക് മാസ്റ്റർ ഫീഫുവിനെ വെൽക്കം ടു പിച്ച് ഐക്യു. നമ്മൾ ഈ ആഴ്ച കൂടുന്നത് ഈ വീക്കെൻഡിലെ പ്രീമിയർ ലീഗ് റിസൾട്ട്സ് ഡിസ്കസ് ചെയ്യാനാണ്. അതിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്ചേഴ്സ് ഈ വീക്ക് വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രിവ്യൂവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ തോമസ് ഉണ്ട്. ചെറിയൊരു പണി, ഈ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഹോസ്റ്റ് നമ്മളോട് ഹോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതെ. Spontaneous. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു ഇത്തവണ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ടൈറ്റിൽ റേസ് അടുക്കുകയാണ്. അതിനൊപ്പമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആർസണൽ ഈ വീക്കെൻഡ് ഒരു ഹൈ പ്രഷർ മാച്ച് ആയിരുന്നു, ഈവൻ ദോ ഇറ്റ് വാസ് എ ഹോം ഫിക്സ്ചർ, ബിക്കോസ് ദേ ഹാഡ് ടു വിൻ ടു കീപ് അപ്പ് ദ പ്രഷർ ഓൺ മാഞ്ചസ്റ്റർ സിറ്റി, അല്ലെ? അപ്പോ അവര് കൺവിൻസിംഗ് ആയ ഒരു 3-0 വിക്ടറി. ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളുകൾ. അർസനൽ ക്രിയേറ്റീവ്ലി സ്ട്രഗിളിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പിച്ചേക്കുമില്ല സുധീഷ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അതെ, 1 മണിക്കൂറിന് ശേഷം ക്രിയേറ്റിവിറ്റിയുടെ ഒരു 5 കളിയുണ്ട് അർസനൽ കാഴ്ചവെക്കുകയുണ്ടായിരുന്നു. സാക്ക 1 ഗോള്, അതെ, സാക്ക 1 ഗോൾ 1 അസിസ്റ്റ്. സാക്കയും കെയിം ബാക്ക് ടു ഫോം. സാക്കയുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ആയിരുന്നു ആഫ്റ്റർ എ ലോങ് ടൈം. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ലീഗ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആയിരുന്നു തോന്നുന്നു സാക്ക ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, ലീഗ് കപ്പ് ഫൈനൽ. അപ്പൊ അത് കഴിഞ്ഞ് ഇഞ്ചേർഡ് ആയിരുന്നു, നമുക്കറിയാം. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാർട്ടാണ്. ഹി വാസ് ഇൻ ലൈക്ക് ടോപ്പ് ഫോം, അല്ലെ? ഹി വാസ് സ്ട്രഗ്ലിംഗ് ആയിരുന്നു കുറച്ച് നാള്. അപ്പം ഈ വർഷത്തെ സാക്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസിൽ ഒന്നായിരുന്നു അത്. ഈവൻ ഗ്യോക്കറേസ് സ്റ്റാർട്ട് വിത്ത് 2 goals and an assist. അപ്പോ ആർസണൽ അവരുടെ പാർട്ട് ചെയ്തിരിക്കുകയാണ്. ദേ പുട്ട് ദ ബോൾ ബാക്ക് ഇൻ മാഞ്ചസ്റ്റർ സിറ്റി സ്കോട്ട്. അപ്പോ സിറ്റി ഇനി എവേർട്ടിനെ ഇന്ന് രാത്രി ഒരു മാച്ച് ഉണ്ട്. അതിൽ അവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമുക്ക് കാണാം. റൈറ്റ് നൗ ആർസണൽ ആർ 6 points ക്ലിയർ ആൻഡ് ദേ ഹാവ് ലൈക്ക് എ 4 goal മാർജിൻ +4 മാർജിൻ ഓവർ മാഞ്ചസ്റ്റർ സിറ്റി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ്? സ്കെല്ലിക്ക് ഇപ്പോ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലെ പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ഐ തിങ്ക് അർട്ടറ്റ വാസ് ഓൾസോ വെരി ഹാപ്പി ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം. അർട്ടറ്റ കെട്ടിപ്പിടിച്ച് അക്നോളജ് ഒക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഈ പറഞ്ഞാൽ നമുക്ക് കുറച്ച് നാളായിട്ട് ക്രിയേറ്റിവിറ്റി, സെൻട്രൽ മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് സ്കെല്ലിയുടെ പ്രസൻസ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ് മോജോ കൈൻഡ് ഓഫ് തിങ്. പിന്നെ എസ് എ ഓൾസോ വാസ് റിയലി ഗുഡ്. ഐ തിങ്ക് പുള്ളി ഈസ് ഓൺ എ ഗുഡ് റൺ. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഗോളിന്റെ ആ ഒരു ലോങ് പാസ് സെക്കൻഡ് അതർ ഹാഫിൽ നിന്ന് കൊടുത്തതൊക്കെ ബ്രില്യൻ പാസ്. റിലീസ് ചെയ്ത pass അല്ലേ? അതെ അതെ, ഗ്യോക്കറസ് കണക്റ്റഡ് എക്സെപ്ഷണലി വെൽ. അപ്പം നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, അൺടിൽ ഡിസംബർ വി വെയർ ഇൻ ഗുഡ് ഫോം, വെരി ഗുഡ് ഫോം. അതിനുശേഷം ആക്ച്വലി ഡിപ്പ് ഇൻ ദ ഫോം. അത് ഫോർമേഷൻസിന്റെ ടാക്ടിക്കൽ ഇഷ്യൂസ് ഒന്നും അല്ല. ദർ വാസ് ആക്ച്വലി ഡിപ്പ് ഇൻ ദ ഫോം ഓഫ് എ ലോട്ട് ഓഫ് പ്ലേയേഴ്സ്. ലക്കിലി അതിനുശേഷം നമ്മളൊരു റിയൽ കംബാക്ക് നടത്തിയത് ടു ദ ഫുൾ ഫോമിൽ കളിച്ച മാച്ച് എന്ന് വെച്ചാൽ ലാസ്റ്റ് നൈറ്റ് മാച്ച് ആയിരുന്നു. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. സോ യെസ്, ആസ് വിഷ്ണു ഹാസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട്, ദ ബോൾ ഇസ് ബാക്ക് ഓൺ മാഞ്ചസ്റ്റർ സിറ്റീസ് കോൾഡ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കോൺട്രവേഴ്ഷ്യൽ ഒരു പെനൽറ്റി കോൾ ഡിസിഷനെ പറ്റി അതെ അതെ അതെ, 2 and 4. ഭയങ്കര. എന്റെ സ്റ്റാൻഡ് വാസ് വിത്ത് സുധീഷ് ഇൻ ദാറ്റ്. ഈവൻ ദോ ഐ വാണ്ടഡ്, ഞാൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു അത് പെനാൽറ്റി കിട്ടാൻ. പക്ഷെ എനിക്കെന്തോ, പക്ഷെ വിഷ്ണുവിനെ നമുക്ക് പറഞ്ഞിരിക്കാൻ പാടാ. അല്ല, അങ്ങനെയല്ല, എല്ലാവരും ഒരു 2 and 4 ഉണ്ടാവല്ലോ. അത് ഫ്രീ കൺട്രി അല്ലോ. ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര ഡിവിസീവ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഇതിൽ രണ്ടിലും ഒരേപോലെ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒത്തിരി ആർഗ്യുമെന്റ്സ് വന്നായിരുന്നു. അവസാനം UEFA തന്നെ ഒരു എക്സ്പ്ലനേഷൻ അവര് വേറെ എന്ത് ചെയ്യാനാ. ഒരു PDF. എനിക്കൊന്ന് ഈ ആ ഒരു ഡിവൈസീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു.
ബെൻ വൈറ്റ് പെനൽറ്റി 2-1 അഗെയിൻസ്റ്റ് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു രണ്ടിലും. പിന്നെ മറ്റേ പേടിപ്പിച്ച് റഫറിയെ പേടിപ്പിക്കുന്നു. അതെ. പിന്നെ ഒരു ആർഗ്യുമെന്റ് ഞാൻ കേട്ടത് ചാമ്പ്യൻസ് ലീഗ് പൊതുവെ ഇങ്ങനെയാണ്. എനിക്കൊന്ന് പ്രീമിയർ ലീഗിനെക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. പെട്ടെന്ന് പണ്ടേ ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് കുറച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് പോയി തോന്നുന്നു. അതായത് വളരെ മനസ്സലിയുന്ന റെഫറിമാരാണെന്ന് തോന്നുന്നു. നമ്മൾ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് അപ്പൊ തന്നെ തന്നെ അല്ലെ പിന്നെ പേടിപ്പിച്ച സിനിമ വന്നിട്ട് അതെ അതെ. രണ്ട് രീതിയിൽ ഒന്ന് പേടിപ്പിക്കുക അല്ലെങ്കിൽ കരഞ്ഞു കാണിക്കുക. പിന്നെ ഇതൊരു ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലാണ്. ഫൈൻ മാർജിൻസ് ചിലപ്പോ ആ ഒരൊറ്റ ഗോളിലായിരിക്കും ഈ ടൈ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മള് അങ്ങനെ അത്രയും ടൈറ്റ് ആയിട്ടൊരു ഡിസിഷൻ, വളരെ അൺപ്രസിഡന്റഡ് ആയിട്ട് ഉള്ളൊരു കോളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒബിയസ്ലി ചിലപ്പം ഡിഫറെന്റ് റൂൾസ് ഇൻ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ തന്നെ നമ്മളത് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതൊരു ഷോക്കിംഗ് ആയിട്ട് തന്നെ തോന്നാം. പക്ഷെ മിക്ക പ്ലേയേഴ്സും ഇതിനെ കണ്ടം ചെയ്താണ് ഞാൻ വായിച്ചത്. എസ്പെഷ്യലി ഇംഗ്ലീഷ് പ്ലേയേഴ്സ് അക്രോസ് ക്ലബ്സ്, എക്സ് പ്ലേയേഴ്സ് എല്ലാരും വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് ഈ ക്ലാക്ടൺ എനിക്ക് രണ്ട് ഗോളില്ല അല്ലെ, വൈറ്റിന്റെ പെനൽറ്റിയിലും എസ്സയുടെ അത് രണ്ടിലും അത്യാവശ്യം ക്രിട്ടിക്കലായിരുന്നു എന്ന് തോന്നുന്നു ഡിസിഷൻ. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് അഡ്വാൻറ്റേജ് ആർസണൽ. ഹോം ഗ്രൗണ്ട് ആണ്. നമുക്ക് നാച്ചുറൽ ഫ്ലോയിൽ കളിക്കാം ആൻഡ് ദ എൻറ്റയർ ക്രൗഡ് ഇസ് ദയർ ടു സപ്പോർട്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു സ്കോർ ലൈക്ക് നമുക്ക് 5-4 അങ്ങനത്തെ സ്കോർ ലൈൻ ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല ഒബ്വിയസ്ലി ബിക്കോസ് ടീംസ് ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ നമുക്ക് എന്റെ മനസ്സിലുള്ള സ്കോർ ലൈൻ ഇസ് 2-1. ഐ ഡോണ്ട് തിങ്ക് അത്ലറ്റിക്കോ വിൽ ഗോ ഗോൾലെസ് ഹിയർ. അവരൊരു ഗോളെങ്കിലും അടിക്കും. പക്ഷെ ഐ തിങ്ക് വി വിൽ വിൻ ഇറ്റ് 2-1. Because we are playing in the home and you have that advantage. ഇപ്പൊ ഈ കഴിഞ്ഞ മാച്ച് ഒരു ബിഗ് ബൂസ്റ്റ് ആണ് ഇൻ കോൺഫിഡൻസ്, ഇൻ ദാറ്റ് ഫ്ലൂയിഡിറ്റിയുടെ കാര്യത്തിലൊക്കെ. സോ ഐ തിങ്ക് വി വിൽ വിൻ ഇറ്റ് 2-1 ഹിയർ ആൻഡ് ഓവറോൾ വി വിൽ ഗോ വിത്ത് 3-2 ടു ദ ഫൈനൽസ് ബുഡാപെസ്റ്റ്. എനിക്ക് പറഞ്ഞ രണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഫുൾഹാമിനെ നമ്മള് ഒരുപാട് എക്സ് ആഴ്സണൽ പ്ലേയേഴ്സും ആഴ്സണൽ ഫാൻസും ഒക്കെ ഉള്ള ഒരു ടീമാണ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു എമിൽ സ്മിത്രോ, ബേൺലെനോ, പിന്നെ ഇവോബി ഉണ്ട്. ഇവോബി എനിക്കൊന്നും ആ കളി കളിച്ചില്ല, പക്ഷെ ഇവോബിയും സ്കോഡിലുണ്ട്. പിന്നെ ബാസെ, അവർ ഡിഫൻഡ് ബാസെ ഒക്കെ ഭയങ്കര ആഴ്സണൽ ഫാൻസ് ആണ്. ചിലപ്പോൾ അവർക്ക് ഇനി സെന്റിമെന്റ് ഒക്കെ തോന്നി ഞങ്ങളുടെ സ്ട്രഗിൾ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഗോളൊക്കെ തന്ന് ഗോൾ ഡിഫറൻസ് അയക്കാം എന്നൊക്കെ കൺസിഡർ ചെയ്ത്, ഐ മീൻ സൈക്കോളജിക്കലി എങ്ങനെയാണ് വർക്ക് ആവുന്ന അറിയില്ല. നോർത്ത് ലണ്ടൻ ഡെർബി, ഗോൾ ചുമ്മാതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, നോർത്ത് ലണ്ടൻ ഡെർബിയുടെ ഒരു വീഡിയോ ഉണ്ട്. ഇവര് ഫുൾഹാമിന്റെ ടീം ബസ്സിൽ ഇരുന്ന് കാണുന്ന. അപ്പം ഇവര് ആർസണൽ ഗോൾ അടിക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്ത് സെലിബ്രേഷൻ ഒക്കെ ഫുൾഹാം ഫാൻസ്, ബാസയും സ്മിത്രോ എല്ലാം കൂടി ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സ്മിത്രോ ഒക്കെ പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരൻ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു ആർസണൽ വിട്ടു പോവാന്ന് പറയുന്നത്. എന്തായാലും ആ ട്രീറ്റ്മെന്റ് അത്ലറ്റിക്കോ തന്നെ കിട്ടില്ല. സ്പീക്കിംഗ് ഓഫ് എമിറേറ്റ്സ്, സിമിയോണി വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആണ്, നമുക്കറിയാം. അപ്പം അവര് ഈ സീസണിൽ ഏർലിയർ ആർസണലിന് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗെയിം കളിക്കാനായിട്ട് ഒക്ടോബറിൽ. ദേ ലോസ്റ്റ് ദാറ്റ് 4-0. So they were supposed to stay in the same hotel that they stayed in that for that game. പക്ഷെ സിമിയോണി പറഞ്ഞു വേണ്ട, ആ ഹോട്ടൽ നമുക്ക് അശുഭ ലക്ഷണമാണ്, അതുകൊണ്ട് വേറെ ഹോട്ടലിലേക്ക് അവർ ഫുൾ ടീമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ the kind of things they believe in, the superstitions, the mind games and everything. So it won't be an easy game. പക്ഷെ എനിക്കും ഈ പറഞ്ഞ തോമസ് പറഞ്ഞ അതേ ഒരു സ്കോർ ലൈൻ ആണ് തോന്നുന്നത്, 2-1 to the Arsenal. പക്ഷെ എനിക്ക് എന്റെ ഏക ഒരു പേടി ആസ് എൻ ആർസണൽ ഫാൻ, an early red card to an Arsenal player for some reason. It's a Champions League semi-final and നമുക്ക് ഈ സീസണിൽ ഇതുവരെ റെഡ് കാർഡ് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരു ക്രൂഷ്യൽ ഗെയിമിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രോബ്ലി ഈ സീസണിൽ തന്നെ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് സംശയമുണ്ട്, പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും അറ്റ്ലീസ്റ്റ്. അപ്പോ അത് നാളെ തന്നെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എങ്ങനെയെങ്കിലും ഒരു വാളെ ടാർഗറ്റ് ചെയ്ത്, പണ്ട് ഡിയേഗോ കോസ്റ്റ ഞങ്ങളുടെ ഗബ്രിയൽ പോളിസ്റ്റ എന്നൊക്കെ പറഞ്ഞ പാവം പ്ലേയേഴ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് റെഡൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. പുള്ളിയുടെ ട്രാപ്പിലൊക്കെ വീണ്. എസ്സേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു മൈൽസ് ലൂയിസ് കെല്ലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, if a player gets past him, there's a tendency for him to like make a tackle. അത് 1-2 തവണ കാർഡ് കിട്ടിയിട്ടുണ്ട്, റെഡ് കിട്ടിയിട്ടുണ്ട്. And there's also the weak link in defense, Ben White. He doesn't have the legs anymore. നമ്മൾ പാസ്റ്റർ ടിംബറിനെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന് മോസ്കേര ചിലപ്പം കളിക്കായിരിക്കാം, എനിക്കറിയില്ല. റൈറ്റ് ബാക്കിൽ ഒരു സർപ്രൈസ് ഇൻക്ലൂഷൻ പോലെ ചിലപ്പോ മോസ്കേര യൂസ് ചെയ്യായിരിക്കും. കാരണം ലുക്മനെതിരെ ബെൻ വൈറ്റ്, ഐ വാസന്റ് കംഫർട്ടബിൾ ഇൻ ദ ഫസ്റ്റ് ലെഗ്.
I don't want to Ben watch White. that again. അപ്പോ ബെൻ വൈറ്റ് വേഴ്സസ് ലുക്മാൻ ഇസ് എ സ്കേറി പ്രോസ്പെക്ട്. അപ്പോ തീർച്ചയായിട്ടും റൈസും Yes. ലൂയിസ് കെല്ലി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് പെർഫോമൻസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡ്രോപ്പ് ഹിം അല്ലെ. ഈവൻ ദോ Very solid. സുബിമെൻഡി വാസ് റെസ്റ്റഡ്, പക്ഷേ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ടു ഡ്രോപ്പ് ഹിം ആഫ്റ്റർ പെർഫോമൻസ് ലൈക്ക് ദാറ്റ്. നമ്മള് അത്ലറ്റിക്കോയുടെ ഗെയിമില് അവര് പുല്ല് വളരെ ഹൈ ആയിട്ടാണ് വെച്ചിരുന്നത്. ബിക്കോസ് അതൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ. ടോട്ടനമും അത് അവിടെ കളിച്ചപ്പോൾ ടോട്ടനമിനും അങ്ങനെ ഒരു ഇഷ്യൂ തോന്നി. അവർ കംപ്ലൈന്റ് ചെയ്തില്ല. പക്ഷെ ബിക്കോസ് നമ്മള് complaint അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ലോങ്ങർ സ്റ്റേർട്സ് ഒക്കെ യൂസ് ചെയ്യണം. എന്നാലേ അത് ഓ. നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. പക്ഷെ എവേ ടീം നെവർ കംസ് പ്രിപ്പയർഡ് ഫോർ സിറ്റുവേഷൻസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സംഭവം പറയുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒരു മാക്സിമത്തിലാണ് അവർ വെച്ചിരിക്കുന്നത്. വെച്ചത്. അത് അതില് പാസിംഗും ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്. അൺലെസ് യു യൂസ് ടു ഇറ്റ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു. ഇങ്ങനത്തെ ടെക്നിക്കലി കാര്യങ്ങളൊക്കെ ഭയങ്കര സൗണ്ട്. അപ്പം പുള്ളിക്കാരൻ അത് ആ ഒരു വില്ലനസ് ആയിട്ടാണ് അതല്ലേ ഉപയോഗിക്കും പുള്ളി. ഏതറ്റം വരെ പോകല്ലേ. പോകും. കാർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പം 60ാമത്തെ മിനിറ്റിലൊക്കെ വല്ലതും ഇതുപോലെ ഫസ്റ്റ് ഹാഫ് കിട്ടിയാൽ പിന്നെ അവർ എന്തായാലും അടിക്കുമെന്ന് തോന്നുന്നു. 60-70 മിനിറ്റ്സിലൊക്കെ വന്നാൽ പോലും ഇറ്റ് ക്യാൻ ബി വെരി ക്രിട്ടിക്കൽ. അവരെല്ലാം 3 റൗണ്ട് അങ്ങനെയൊക്കെ അടിച്ച് കയറ്റും. അല്ല ഞാൻ പറഞ്ഞത് വൺ മാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്ക് എന്നല്ല, അവര് ബോൾ പൊസസ് ചെയ്ത് കളിക്കാൻ അവർക്ക് ഈസി ആയിട്ട് പറ്റും. തീർച്ചയായിട്ടും. They are good at that അല്ലെ They അത്ലറ്റിക്കോ. are good at that. The worst thing that can happen to Arsenal is the game going to the extra time or penalties and Arsenal losing. അതാണ് Oh. Arsenal ahead of a crucial Premier League fixture at West Ham. That's the worst that can happen to Arsenal. അപ്പോ hopefully we can wrap this up in the 90 minutes 90 itself. minutes. Bayern Munich versus PSG evenly poised at 5-4 to 5-4. PSG, but now it's at Allianz Arena. അപ്പം are we thinking Bayern are favorites for this or Yes. Bayern is the favorite. ഒരു ഗോൾ ഡെഫിസിറ്റ് അവർക്ക് ഓവർകം ചെയ്ത് അല്ലെ? ഓവർകം ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ മാച്ച് അങ്ങനെ ഒരു അറ്റാക്ക് ആയിരിക്കില്ല അല്ലേ? അങ്ങനെ ഒരു അറ്റാക്ക് മൂഡ് ആയിരിക്കില്ല. കുറച്ചുകൂടെ ഒരു 5-4 പോകാൻ സാധ്യത കുറവായിരിക്കും. ബട്ട് ഐ സാധ്യത തിങ്ക് കുറവാണ്. ഇറ്റ് വിൽ സ്റ്റിൽ ഹാവ് എനഫ് ഗോൾസ് അല്ലെ. ബിക്കോസ് It will അറ്റാക്കിംഗ് have enough പ്ലേയേഴ്സ് goals. ആണ് ക്വാളിറ്റിയിൽ കൂടുതൽ. ആൻഡ് PSG style also is to attack. Personally, I'm thinking I don't know Extra time. 3-2 or 4-2 to Bayern in full time. Then maybe Bayern will take over from there. 3-2 ആണെങ്കിൽ ചിലപ്പോൾ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോകും. പക്ഷെ എക്സ്ട്രാ 3-2 ആണ്. ടൈമിൽ നിന്ന് ബയൺ ഗോൾ അടിച്ച് ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ആക്ച്വലി PSG-യുടെ സെന്റർ ബാക്സ് ആക്ച്വലി ബയറിന്റെ സെന്റർ ബാക്സിനേക്കാൾ ആക്ച്വലി ടെക്നിക്കലി ഒത്തിരി ബെറ്റർ ആണ് അല്ലെ, കമ്പയർഡ് ടു ഉപമെക്കാനോ ആൻഡ് ടാ. ടാ. ഉപമെക്കാനോ കുറച്ച് എനിക്ക് തോന്നുന്നു കുറെ മാച്ചസിലൊക്കെ ബുണ്ടസ്ലീഗയിൽ ഡ്രോപ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ട്രഗിൾ ആയിരുന്നു. അത് ഒരു വാലിഡ് പോയിന്റ് ആട്ടോ. ടെക്നിക്കലി അവര് ബെറ്റർ ആണ്. പക്ഷെ എനിക്ക് ഓവറോൾ ഡിഫൻസ് ആസ് എ സിസ്റ്റം ആക്ച്വലി ഓവറോൾ ഡിഫൻസ് നമ്മൾ പറയുകയാണെങ്കിലും ഈവൻ PSG's റൈറ്റ് ബാക്ക് ആൻഡ് ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡേസ് ആൻഡ് ഹക്കീമി അവര് ഓൺ പേപ്പർ സുപ്പീരിയർ ആണ് ആക്ച്വലി. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ന്യൂനോ മെൻഡേസ് Struggle ചെയ്യുന്നത്. സ്ട്രഗിൾ ചെയ്ത് കാണാൻ. അയാൾ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും. ആക്ച്വലി ഈവൻ ദോ ഇവര് PSG-യുടെ സെന്റർ ബാക്സ് ഈവൻ ദോ ദേ ആർ സോ ടാലന്റഡ്, ദേ സ്ട്രഗിൾ ടു കണ്ടെയ്ൻ ഒലീസ് അല്ലെ. ആ ഒരു ഒലീസയുടെ ആ ഒരു ഗോള് സെന്ററിലൂടെ ട്രിപ്പിൾ ചെയ്ത് വരുമ്പോൾ ഈ ബോത്ത് ഈ സെന്റർ ബാക്സ് ബാക്ക് ട്രാക്കിംഗ് and he nicely scored one through the center. അതായിരുന്നു അവരുടെ Yes. രണ്ടാമത്തെ ഗോൾ. അപ്പൊ സോ ഇത് പേഴ്സണൽ സ്കിൽസിനും പേഴ്സണൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനും ഇൻഡിവിജ്വൽ ടാലന്റിനും സ്റ്റിൽ there's a scope in this fixture even if you say all these players are technical and defensively good and all that. അപ്പോ ഹാരി കെയ്ൻ ആണ് ഇതിൽ ക്രൂഷ്യൽ. കാരണം നമ്മള് ഡെംബെലെ എന്നൊക്കെ പറഞ്ഞാലും ഡെംബെലെ can miss chances like he's Harry Kane is ഹാരി കെയ്ൻ is clinical. ഹാരി കെയ്ന്റെ കയ്യിൽ ഒരു ഹാഫ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാലും and he's such a good midfielder also. Like you've seen the pass he gave for the Dias goal. Like even if he's not a striker, he can be such an amazing central and he midfielder. tracks back to the next level. Most clinical for sure. എനിക്ക് ഒരു ചോദ്യം ഉള്ളത്, should they try Manuel Neuer only or should they go with the other option? പക്ഷെ ഫാൻസ് The last വളരെ match- ഡിവൈസീവ് ആയിരുന്നു. ഇവൻ ഫോർ ദ റയൽ മാഡ്രിഡ് ഗെയിം ഓർബിക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഫാൻസും പറഞ്ഞുകൊണ്ടിരുന്നത്. അതാ Though വിഷ്ണു Neuer had a mention very good ചെയ്തിരുന്നു. first leg. Neuer had a very good first leg against Real Madrid. പക്ഷെ അത് കഴിഞ്ഞുള്ള രണ്ട് കളിയും ചാമ്പ്യൻസ് ലീഗിലെ രണ്ട് കളിയും വളരെ മോശമായിരുന്നു ആക്ച്വലി. It'll be very interesting if Bayern reach the final and if they'll still go with him to give him that one last chance or